സന്തോഷ് ഏച്ചിക്കാനം. ബിരിയാണിയിലൂടെ വിശപ്പിൻ്റെ രാഷ്ട്രീയം പറഞ്ഞും അന്നയും റസൂലും പോലുള്ള ചിത്രങ്ങളിലൂടെ ദൃശ്യവിസ്മയം തീർത്തും നമ്മെ വിസ്മയിപ്പിച്ച എഴുത്തുകാരൻ. സമകാലിക മനുഷ്യൻ്റെ ആസക്തികളെയും ആത്മസംഘർഷങ്ങളെയും മാതംഗലീല എന്ന തൻ്റെ പുത്തൻ നോവലിലൂടെ തീക്ഷ്ണമായി അടയാളപ്പെടുത്തിയ പ്രിയ എഴുത്തുകാരൻ ശ്രീ സന്തോഷ് ഏച്ചിക്കാനത്തെ ബഷീറിലെ അവധൂതൻ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഈ ചടങ്ങിൻ്റെ സ്വാഗത പ്രാസംഗികൻ എൻ്റെ പ്രിയ സുഹൃത്തുമായ ഡോക്ടർ സനീഷ് PB, അതുപോലെ തന്നെ ഈ ചടങ്ങിൻ്റെ ആമുഖ പ്രഭാഷണം നിർവഹിച്ച അർണോസ് ചെയർ കോർഡിനേറ്റർ കൂടിയായ ജോൺ തോമസ്, അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്, ഈ ചടങ്ങിന് ആശംസ പറഞ്ഞ അർണോസ് ചെയർ അനിമേറ്റർ രാജീവൻ AG, അതുപോലെ തന്നെ ഈ ചടങ്ങിന് ആശംസ നേർന്ന റവറൻ ഫാദർ പോൾ കളത്തൂർ, അതുപോലെ തന്നെ നന്ദി ആശംസിക്കുന്ന ഡോക്ടർ ശ്രീജ R, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കാരണം ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി കുറേ ലേറ്റായി പോയി. 2 കാരണങ്ങളാണ്. ഒന്ന്, ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 3 മണി വരെ ലോകകപ്പ് ഫുട്ബോൾ കണ്ട് നമ്മുടെ പോർച്ചുഗലിൻ്റെ ദയനീയമായ പരാജയം കണ്ട് വേദനിച്ച് ആണ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനശതാബ്ദി വണ്ടിയും കൂടി വേദനിച്ച് കാണും. അതുകൊണ്ട് ആ വണ്ടിയും ഇന്ന് കുറേ ലേറ്റായി. അപ്പോൾ എല്ലാം കൂടി ഇവിടെ എത്തുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. എങ്കിലും കുഴപ്പമില്ല, പരിപാടി തുടങ്ങി. അതിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സനീഷ് അതൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായി സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ലോകകപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അത് വലിയ ഭൂകമ്പമോ അല്ലെങ്കിൽ വെനിസ്വേലയിലുണ്ടായിരുന്ന ഭൂകമ്പമോ അതേപോലെ തന്നെ ഈ ശ്രീലങ്കൻ ജയിലിൽ ഇന്ന് നടന്ന 25 പേരുടെ മരണത്തിനിടയാക്കിയ ജയിലിലെ കലാപമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അത് ബലോഗൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്ലെയർ കഴിഞ്ഞ കളിയിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തേക്ക് പോയതാണ്. കാരണം ചുവപ്പ് കാർഡ് കൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കളിക്കാരനെ അടുത്ത കളിയിൽ നമ്മളൊരിക്കലും എന്ത് ചെയ്യാറില്ല, കളിപ്പിക്കാറില്ല. പക്ഷേ വളരെ അതിശയകരമാണ് എന്ന് പറയുന്ന രീതിയിൽ ട്രംപ് നേരിട്ട് ഫിഫയുടെ പ്രസിഡൻറ്റുമായിട്ട് ഗിയാനിയുമായിട്ട് ബന്ധപ്പെടുകയും അയാളെ അടുത്ത കളിയിൽ കളിപ്പിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ശരിക്കും അതൊരു ഭീഷണിയാണ് പെടുത്തുകയും ചെയ്തത്. അപ്പോൾ ഒരു ലോകത്തിൻ്റെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ലോകരാജ്യങ്ങളെ മുഴുവൻ തന്നെ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് പോലും ഫുട്ബോൾ നടന്നതാണ്. ലോകങ്ങൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഖ്യരാജ്യങ്ങളും റഷ്യയും അതുപോലെ തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഇവിടെ ആ യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ, യുദ്ധത്തിൻ്റെ പാരസ്പര്യമുള്ള വൈരാഗ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നമ്മളിവിടെ ഫുട്ബോളിൽ ഒത്തു ചേർന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ ആ സമയത്ത് പോലും ഇല്ലാത്ത ആ സമയത്ത്, അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഫുട്ബോൾ നടന്നെങ്കിലും, പക്ഷേ ആ സമയത്ത് വേറൊരു കാര്യം നടന്നു. അന്ന് ഹിറ്റ്ലറും അതുപോലെ തന്നെ മുസോളിയൊക്കെ ഉണ്ടായിരുന്നൊരു കാലമാണ്.
അപ്പോൾ അന്ന് ഇറ്റലി ജയിക്കാൻ വേണ്ടിയിട്ട് മുസോളിനി ഒരുപാട് ശ്രമങ്ങൾ ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. ഹിറ്റ്ലർക്കെതിരെ ഗോളടിക്കുന്ന ടീമുകളെ മുസോളിനി നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ മുഴുവൻ കൂട്ടിച്ചേർക്കുന്ന സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരു വശം കൂടി, കായികത എന്നതിൻ്റെ അപ്പുറത്ത് ഒരു മാനുഷികമായ ഒരു മൂല്യം, അതിർത്തിക്കപ്പുറത്തുള്ളൊരു മൂല്യം, അതിർത്തികളെ മായ്ച്ചു കറിയുന്ന ഒരു മൂല്യം ഈ ഫുട്ബോളിനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് മുഴുവൻ തകർത്ത് കളഞ്ഞുകൊണ്ട് സെക്കൻഡ് വേൾഡ് വാറിൽ മുസോളിനിയും അതുപോലെ തന്നെ ഹിറ്റ്ലറും ഒക്കെ ആവിഷ്കരിച്ച രീതിയിൽ ഒരു അധികാരത്തിൻ്റേതായ, ഏകാധിപത്യത്തിൻ്റേതായ, ഒരു ഫാസിസത്തിൻ്റേതായ ഒരു സ്വരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ ഭീഷണി നിറഞ്ഞ, വളരെ പ്രതിലോഭകരമായിട്ടുള്ള ഒരു സന്ദേശമാണ് അതിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അധികാര വ്യവസ്ഥക്കെതിരെ നിലനിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എപ്പോഴും എഴുത്തുകാർ അവലംബിച്ചിട്ടുള്ളൊരു കാര്യം. ഇത്തരത്തിലുള്ള അധികാര വ്യവസ്ഥക്കെതിരെ ശക്തമായിട്ട് സംസാരിക്കുക, ശക്തമായിട്ട് എഴുതുക, അതിനെതിരെ ശക്തമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു സന്ദേശം ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എഴുത്തുകൊണ്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം പ്രാവർത്തികമാക്കിയ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ. അത് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇന്ന് നടന്ന ഈ ഒരു പ്രശ്നത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് ഈ ട്രംപിനെ പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥയ്ക്ക് മുകളിൽ അധികാരവും അതിൻ്റേതായ അസമത്വങ്ങളും ഒക്കെ അടിച്ചേൽപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് ബഷീറിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. എം വിജയൻ മാഷ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എം വിജയൻ എന്ന് പറയുന്ന നിരൂപകൻ, മലയാളം വിദ്യാർത്ഥികളായതുകൊണ്ട് ഇംഗ്ലീഷ് ആയിക്കഴിഞ്ഞാലും നിങ്ങളൊക്കെ അറിയേണ്ട ഒരു വ്യക്തിയാണ് എം വിജയൻ മാഷ്. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ എം വിജയൻ മാഷ് എന്ന് പറയുന്ന ദൈക്ഷണികനായ സാമൂഹ്യ ചിന്തകനും സാഹിത്യ നിരൂപകനും ഒക്കെ ആയിട്ടുള്ള എം വിജയൻ മാഷ് പറഞ്ഞിരിക്കുന്നത്, ബഷീർ ഈ തലയോലപ്പറമ്പ് വിട്ടു പോകുന്നത്, അദ്ദേഹത്തിൻ്റെ ജന്മനാട് വിട്ടു പോകുന്നത് ബാപ്പയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബഷീർ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് 5th ഫോറത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, 5th ഫോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ 9ാം ക്ലാസ്, ഇംഗ്ലീഷ് മീഡിയമാണ് പഠിക്കുന്നത്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ 1908 വൈക്കം മുഹമ്മദ് ജനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊരു കാലഘട്ടമാണെന്ന്. ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലുള്ള ആരും തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കാറില്ല. അത്രയ്ക്ക് മറ്റ് സമുദായങ്ങളിൽ നിന്ന് വളരെ പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം. ആ മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് തൻ്റെ മകനെ അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ട് ചേർത്ത വളരെ പരിഷ്കരണവാദിയായ ഒരു ബാപ്പയായിരുന്നു ബഷീറിൻ്റേത്. അപ്പോൾ ഈ മകനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പുരയിടങ്ങളും അതുപോലെ തന്നെ നെൽകൃഷിയും അതുപോലെ തോട്ടങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ബഷീറിൻ്റെ ബാപ്പ. അപ്പോൾ അവിടത്തേക്ക് എന്തോ കാര്യത്തിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ബഷീറിനെ പറഞ്ഞയച്ചപ്പോൾ ബഷീർ നല്ല ഫുട്ബോൾ പ്ലെയറായിരുന്നു. ബഷീറിന് ഏറ്റവും ഇഷ്ടം ഫുട്ബോൾ കളിക്കാനായിരുന്നു. അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ കളിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ബഷീർ. അപ്പോൾ അങ്ങനെ ഈ ഫുട്ബോൾ കളിച്ചിട്ട് അവിടെ നിന്ന് കളിയും ചിരിയും ഒക്കെ ആയിട്ട് സമയം കഴിഞ്ഞ് പറഞ്ഞ കാര്യം നിർവഹിക്കാതെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന ബഷീറിനെ അച്ഛൻ തല്ലുകയും തല്ലി ലോകം കണ്ടിട്ട് വാടാ എന്ന് പറഞ്ഞ് ഓടിക്കുകയും ചെയ്തു.
അങ്ങനെയാണ് ബഷീർ തലയോലപ്പുറം വൈക്കത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, നാട് വിടുന്നത്, ആദ്യമായിട്ട് നാട് വിടുന്നത്. പക്ഷെ അതുകൊണ്ടാണ് നാട് വിടുന്നത് എന്നാണ് എം വിജയൻ മാഷ് വളരെ ആലങ്കാരികമായിട്ട് പറയുന്നത്. പക്ഷെ അതല്ല എന്ന് എം വിജയൻ മാഷക്ക് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അങ്ങനെയായിരുന്നു ബഷീറിൻ്റെ ആദ്യ യാത്ര ആരംഭിക്കുന്നത്. ആ യാത്ര വൈക്കത്തിൽ നിന്ന് ആരംഭിക്കുകയും അത് പിന്നെ നേരെ വൈക്കം കടന്നിട്ട് വൈക്കത്തിൽ നിന്ന് നേരെ അദ്ദേഹം ബോട്ടിന് കയറിയിട്ട്, കണ്ട ബോട്ടിന് കയറിയിട്ട്, ആ ചെറിയൊരു പ്രായത്തിലാണെന്ന് ആലോചിക്കണം, ബോട്ടിന് കയറിയിട്ട് അദ്ദേഹം കൊച്ചിയിൽ വരികയും കൊച്ചിയിൽ വന്നതിന് ശേഷം നേരെ നമ്മൾ ഇടപ്പള്ളി വന്ന് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറി അദ്ദേഹം നേരെ കോഴിക്കോടേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ബഷീറിന് ഒറ്റാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട് എത്തിയതിന് ശേഷം അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളെ കാണുക. അൽ അമീൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള അബ്ദുൾ റഹ്മാനെ കാണുകയും അവിടെ എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കുകയും അങ്ങനെ ഈ പറയുന്ന പോലെ, അതുമാത്രമല്ല അന്ന് അൽ അമീൻ എന്ന് പറയുന്ന പത്രം അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നൊരു പത്രമായിരുന്നു. അതിൻ്റെ സഹപത്രാധിപർ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ജയിലിൽ കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ ഈ അടിമത്ത ഭരണത്തിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചു കൊണ്ടിരുന്ന ഈ അൽ അമീൻ പത്രത്തിൽ ഒരു ജോലിക്കാരനായിട്ട് കയറുകയും അങ്ങനെ ഈ അന്നത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ബഷീറിൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല, ഒരിക്കലും യാദൃശ്ചികമായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല. ബഷീർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അകത്ത് ജന്മനാ തന്നെ രൂപപ്പെട്ട ഈ ഫാസിസത്തിനെതിരെയുള്ള, ഈ പറയുന്ന പോലെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള, അല്ലെങ്കിൽ ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു വലിയ ശബ്ദം, വലിയ ഒരു പ്രതിരോധം യഥാർത്ഥത്തിൽ തൻ്റെ ജന്മനാ തൻ്റെ രക്തത്തിൽ ബഷീറിൻ്റെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം. അങ്ങനെ ബഷീറിൻ്റെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരു കാരണം മുതലെടുത്തുകൊണ്ട് കോഴിക്കോടേക്ക് എത്തുകയും ഇവിടെ വന്നിട്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എന്നോട് നിങ്ങൾ തന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബഷീർ എന്ന അവധൂതൻ എന്നാണ്. ബഷീറിനെ നമുക്ക് അവധൂതനായിട്ട് കാണാൻ വേണ്ടി പറ്റുകയില്ല. ഏകാന്തനായ അവധൂതൻ എന്ന്, ഏകാഗിയായ അവധൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് സാനു മാഷ് ബഷീറിനെ കുറിച്ചിട്ടൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അവധൂതൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് കൃത്യമായിട്ട് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഈ സന്യാസിയും അവധൂതനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. സന്യാസി എന്ന് പറയുന്നത് തൻ്റെ ജീവിതം കൊണ്ട്, അതായത് ഒരു ആത്മീയ അന്വേഷണത്തിലേക്ക് പോവുകയും ആ ആത്മീയ അന്വേഷണത്തിലൂടെ കിട്ടിയ കാര്യങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പോൾ ഫാദർമാർ ഉള്ളതുപോലെ, അതുപോലെ തന്നെ നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു സന്യാസിമാരുള്ളതുപോലെ, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലാണ് സൂഫി സന്യാസിമാരുള്ളതുപോലെ, അല്ലേ, വിവേകാനന്ദനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള അർണോസ് പാദ്രിയെ പോലുള്ള ആളുകൾ, വിവേകാനന്ദനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ നിരവധി ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ ഒക്കെ തന്നെയാണ് സന്യാസിമാർ എന്ന് പറയുന്ന ആളുകൾ. ഇന്ന് കാണുന്ന വേറെ ഇരിക്കുന്ന സന്യാസിമാരല്ല കേട്ടോ. ആ സന്യാസിമാരെ കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്താണ്, യഥാർത്ഥ സന്യാസിമാരുണ്ട്, യഥാർത്ഥ അച്ഛന്മാരും യഥാർത്ഥ സൂഫി വര്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തങ്ങൾ ഉണ്ടാക്കിയ, തങ്ങളുടെ ജീവിതത്തിലൂടെ പഠിച്ച് തങ്ങളുടെ അറിവിലൂടെ ആർജിച്ചെടുത്ത ആത്മീയമായ ജ്ഞാനത്തെ ആർക്ക് നൽകുന്നു? ഈ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവധൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വ്യത്യസ്തനായ ഒരാളാണ്, വളരെ വ്യത്യസ്തനായ ഒരാളാണ്. അയാൾ ആത്മീയ അന്വേഷിയാണ്. പക്ഷേ ആത്മീയ അന്വേഷി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അയാൾ ആർജിച്ചെടുത്ത ആത്മീയതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരനായ ഒരു സാമൂഹ്യ ജീവിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. അവിടത്തേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. അവധൂതനിലേക്ക് നമുക്ക് ഒരിക്കലും, അത് വളരെ വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമുക്കറിയാം ചില അവധൂതന്മാരൊക്കെ ഈ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ -50 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് നഗ്നനായിട്ടിരുന്നിട്ട് തപസ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്.
അവിടെ ഹിമക്കരടി പോലും അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ രക്ഷപ്പെടുന്നത് അതിന് രോമമുള്ളത് കൊണ്ടാണ്. പക്ഷേ വളരെ നഗ്നനായിട്ട് നിന്നിട്ട് തപസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ വേണ്ടി പറ്റാത്ത കാര്യമാണ്. അവർ പല കാര്യങ്ങളും ചെയ്ത് കളയും. അവർ ചില സമയത്ത് നമുക്ക് തോന്നും മാജിക്കാണെന്ന് തോന്നും. അവർ കുപ്പിച്ചില് കടിച്ചു പൊട്ടിച്ച് തിന്നുന്ന അവധൂതന്മാരുണ്ട്. അത് എന്തിനാണ്? വേറെന്തോ പൊറോട്ടയും പിന്നെ മറ്റിതൊന്നുമില്ലേ തിന്നാൻ വേണ്ടിയിട്ട് പൊറോട്ടയുണ്ട്, ഇടിയപ്പമുണ്ട്, അല്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തിനാണ് ഈ കുപ്പിച്ചില് കടിച്ചു പൊട്ടിച്ച് തിന്നുന്നത്? പക്ഷേ അതാണ് അവധൂതൻ. അതവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ, ഈ അവധൂതന്മാരെ കുറിച്ചിട്ട് എം വിജയൻ മാഷ് പറയുന്നുണ്ട്. ഈ മലബാറിൽ ഒരു അവധൂതൻ ഉണ്ടായിരുന്നു അത്രേ, ഇതൊരു സന്യാസി. അപ്പോൾ അത് എം വിജയൻ മാഷെ പോലുള്ള ഒരാൾ ഒരിക്കലും നുണ പറയുന്ന ഒരാളാണ്. കൃത്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിട്ടുള്ള, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു യുക്തിവാദിയായിട്ടുള്ള എം വിജയൻ മാഷെ പോലുള്ള ഒരാൾ പറയുന്നത്, ഞാൻ ഒരു അവധൂതനെ കണ്ടിട്ടുണ്ട്. ഞാൻ അവധൂതനെ കണ്ടിട്ടില്ല. ഞാൻ അവധൂതനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ കണ്ട് പിന്നെ ഞാൻ കാണുന്നത് 2 കിലോമീറ്റർ അപ്പുറത്തൂടെ നടന്നു പോകുന്നതാണ്. പിന്നെ നോക്കുമ്പോഴേക്ക് അതിനപ്പുറത്ത് നമ്മൾക്ക് കണ്ണ് പതിയുന്നതിനപ്പുറത്തേക്ക് പോകുന്നു. അയാളുടെ കൂടെ ഒരാൾക്കും നടന്നെത്താൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരവസ്ഥ, അത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ലോകത്തുണ്ടാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അതൊന്നും മനസ്സിലാവില്ല. അത്തരത്തിലുള്ള ആളുകളെ നമുക്കൊരിക്കലും അനുകരിക്കാൻ വേണ്ടി പറ്റാത്ത ആളുകളെ അവരൊരിക്കലും നമ്മൾക്ക് ഒരു തരത്തിലുള്ള ഉപദേശങ്ങളും തരില്ല എന്നുള്ളതാണ്. കാരണം അവരെ അനുകരിക്കാൻ വേണ്ടി നമുക്കൊരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുകളെയാണ് അവധൂതൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും ബഷീർ എന്തല്ല, ഒരു അവധൂതനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ബഷീർ അവധൂതൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബഷീർ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ, അദ്ദേഹത്തിൻ്റെ രചനയിൽ അവധൂതൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനും പറ്റും. കാരണം ബഷീറിൻ്റെ ശൈലിയെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളതാണ്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയാണ്. ആ വളരെ വ്യത്യസ്തമായ ശൈലിയും വ്യത്യസ്തമായിട്ടുള്ള ജീവിതവുമാണ് യഥാർത്ഥത്തിൽ ബഷീറിനുണ്ടായിരുന്നത്. ബഷീർ ഒരിക്കലും അനുഭവങ്ങളിൽ തേടി പോയതല്ല. എം വിജയൻ മാഷ് പറയുന്നു, അനുഭവങ്ങൾ ബഷീറിനെ തേടി വന്നതാണ്. അങ്ങനെയാണ് ബഷീർ ഈ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോടേക്ക് എത്തുകയും അന്ന് ഈ ചെറിയ പ്രായത്തിൽ, നിങ്ങളുടെ അത്രയും പ്രായം പോലും ഇല്ലാത്ത സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരുടെ കൂട്ടം ബഷീറിനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും അങ്ങനെ ജയിലിൽ പിടിച്ചിടുകയും ചെയ്യുന്നു. അവിടെ ആര് തുടങ്ങുന്നു? ബഷീറിലെ അവധൂതൻ അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് 13 മാസത്തെ ജയിൽ ശിക്ഷയും മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ജയിലിൽ കിടന്നപ്പോൾ ബഷീറിന് ഏറ്റവും കൂടുതൽ ബഷീർ ആഗ്രഹിച്ചിരുന്നത്, ബഷീർ അനുകരിക്കാൻ ശ്രമിച്ച ഒരാൾ ഭഗത് സിംഗ് ആയിരുന്നു. അറിയില്ലേ ഭഗത് സിംഗിനെ കുറിച്ച്? അറിയില്ലേ? ഇന്ത്യക്ക് വേണ്ടിയിട്ട് വെടികൊണ്ട് മരിച്ച, ചെറിയ പ്രായത്തിൽ ഇന്ത്യക്ക് വേണ്ടി വെടികൊണ്ട് മരിച്ച ഒരു വളരെ ധീരനായിട്ടുള്ള ഒരു വിപ്ലവകാരിയാണ് യഥാർത്ഥത്തിൽ ഭഗത് സിംഗ്. ഭഗത് സിംഗ് പറഞ്ഞത് എന്താണെന്ന്, നിങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിലാണ് ഭഗത് സിംഗ് മരിച്ചത്. ഭഗത് സിംഗ് പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നതാണ്, അപ്പോൾ തൂക്കിക്കൊന്നതാണ്. അപ്പോൾ ഭഗത് സിംഗ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യക്കാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതല്ല. ഒരു മനുഷ്യന് സർവ്വസ്വതന്ത്രനായിട്ട് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തൂക്ക് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗിൻ്റെ മീശ കണ്ടിട്ടില്ലേ? പിരിച്ചു വെച്ച മീശയും തൊപ്പിയും ട്രൗസറും ഒക്കെ ആയിട്ടുള്ള രൂപമാണ് ഭഗത് സിംഗിൻ്റേത്. അപ്പോൾ ഈ ഭഗത് സിംഗിനെ അനുകരിച്ചുകൊണ്ടാണ് ബഷീർ പിന്നീട് ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. ബഷീർ മീശയും പിരിച്ച് തൊപ്പിയും വെച്ച് ട്രൗസറും ഇട്ടിട്ടാണ് ബഷീർ പുറത്തേക്കിറങ്ങുന്നത്. പുറത്തേക്കിറങ്ങിയതിന് ശേഷം ബഷീർ ആദ്യം നോക്കുന്നത് ഒരു കത്തി സംഘടിപ്പിക്കാനാണ്. അങ്ങനെ അവിടെ വന്നിട്ട് ബഷീർ ഒരു കത്തി സംഘടിപ്പിക്കുന്നു.
ഈ കത്തി സംഘടിപ്പിക്കുന്നത് അന്ന് അദ്ദേഹത്തെ ക്രൂരമായിട്ട് മർദ്ദിച്ച പോലീസുകാരനെ കുത്തിക്കൊല്ലാനാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, ബഷീറിൻ്റെ ഭയങ്കരമായ, പിന്നീട് നമ്മൾ കാണുന്നത് ബഷീറിൻ്റെ കൃതികളിലൂടെ പോയി നോക്കുമ്പോൾ രചനാപരമായിട്ട് രചന എന്ന് പറയുന്നൊരു ഘടന എന്നുള്ള രീതിയിൽ അത് അവധൂതൻ എന്ന് പറയാം, ഒരിക്കലും അനുകരിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അതേസമയത്ത് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിശക്തനായ വിപ്ലവകാരിയും പ്രതികാരദാഹിയും ഒക്കെയായിരുന്നു ആര്? ബഷീർ എന്ന് പറഞ്ഞ മനുഷ്യൻ. ആ പ്രതികാരദാഹത്തിൽ നിന്നും ആ വിപ്ലവ ത്വരയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആത്മീയതയും ആരിൽ കാണാൻ വേണ്ടി പറ്റും? ബഷീറിൽ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം കാൽ ഭൗതികതയിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരവസ്ഥയിൽ കുത്തി നിന്നുകൊണ്ടുണ്ടാക്കിയ ആത്മീയ ബോധമാണ് നമുക്ക് ബഷീറിൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് ബഷീറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു സന്യാസിയെപ്പോലെ എവിടെയെങ്കിലും മൂലക്ക് കുത്തിയിരുന്നിട്ട് കുറേ കാര്യങ്ങൾ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടും അല്ലാതെ ഇവിടെയുള്ള രാമായണവും മഹാഭാരതവും ഒക്കെ കാണാപ്പാഠം പഠിച്ചുകൊണ്ടും വേദങ്ങൾ പഠിച്ചുകൊണ്ടും ഉണ്ടാക്കിയ ആത്മീയ ജ്ഞാനമല്ല യഥാർത്ഥത്തിൽ ബഷീർ ഉണ്ടാക്കിയത്. ഒരിക്കലും ബൈബിള് മാത്രം ബൈബിളിൽ ഇരുന്നു കൊണ്ട് പഠിച്ചുകൊണ്ടുണ്ടാക്കിയ ആത്മീയതയല്ല, കുരിശ് ചുമന്നുകൊണ്ടുണ്ടാക്കിയ ആത്മീയതയാണ് ബഷീറിൻ്റെ എന്ന് പറയാൻ വേണ്ടി പറ്റും. കുരിശ് ചുമന്നുകൊണ്ട്, ചാട്ടവാർ അടിയേറ്റുകൊണ്ട്, അത് സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും തലയിൽ മുൾക്കിരീടമായി ഏറ്റുവാങ്ങിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആത്മീയതയാണ് യഥാർത്ഥത്തിൽ ബഷീറിൻ്റെ ആത്മീയത. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ബഷീർ എന്ന ആത്മീയവാദി. അപ്പോൾ അദ്ദേഹം അവിടുന്ന് ഈ പോലീസുകാരനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും എന്തോ ഭാഗ്യം കൊണ്ട് ഈ കത്തി സംഘടിപ്പിച്ചിട്ട് തല്ലിയ പോലീസുകാരനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. ആ സമയത്താണ് അച്യുതൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണുന്നതും, നേരത്തെ ജയിലിലുണ്ടായിരുന്നതാണ്. സുഹൃത്ത് കണ്ടു പറഞ്ഞു, ഇതൊന്നും അല്ല, കാരണം ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെ ഓരോ പോലീസുകാരനെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോലീസുകാരെ മൊത്തം നമ്മൾ കൊല്ലേണ്ടി വരും. കാരണം എല്ലാവരും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മെഷീനറിയാണ്. ഈ അധികാരം എന്ന് പറയുന്നത്, പോലീസുകാരെന്ന് പറയുന്നത് ഒരു മെഷീനറിയാണ്. ആ മെഷീനറിയിൽ ഒരാളെ കൊന്നിട്ട് കാര്യമില്ല. ലോകത്തിൽ ആ മെഷീൻ തന്നെ എന്താക്കണം? നമ്മൾ കത്തിച്ച് കളയണം. ആ കത്തിച്ച് കളയണമെങ്കിൽ അത് ഗാന്ധിജി പറഞ്ഞതുപോലെ അത് സമാധാനത്തിൽ ഊന്നിക്കൊണ്ടുള്ള, അഹിംസയിൽ ഊന്നിക്കൊണ്ടുള്ള നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി ഉപ്പ് കുറുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ലോകത്തോട് പറഞ്ഞ എന്താണ്? ഞാൻ പോയിട്ട് വരും, എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം തീർത്തിട്ട് ഞാൻ ഒന്നിക്കിൽ ഈ ആശ്രമത്തിലേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ശവം കടലിലൂടെ ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി അന്ന് ദണ്ഡി യാത്ര നടത്തിയത്. അതുപോലെ തന്നെ ബഷീർ നടത്തി? ബഷീർ ഇവിടെ കോഴിക്കോട് വന്നിട്ട് ഉപ്പ് കുറുക്കാൻ വേണ്ടി പോയി. പക്ഷേ ഉപ്പ് കുറുക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ പോലീസുകാർ പിടിച്ചിട്ട് ബഷീറിനെ അതിക്രൂരമായി മർദ്ദിച്ച് എവിടെ ഇടുന്നു? ജയിലിടുക എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ബഷീർ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരുന്ന അടികൊണ്ട പാടുകളുമായിട്ട് ബഷീർ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ബഷീറിന് ഭയങ്കര നാണക്കേടാണ്. എന്തിനാണ് പോയത്? എന്തിനാണ് തിരിച്ചു വരുന്നത്? ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ അച്ഛനമ്മയും ബാപ്പിയും ഉമ്മയും കൂടിയിട്ട് അവിടെ വരുന്നുണ്ട്. ബാപ്പിയും ഉമ്മയും കൂടി വന്നിട്ട് പറഞ്ഞു, നീ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കൊന്നും പോവില്ല. ബാപ്പ പറഞ്ഞിട്ട് എനിക്ക് ഇടി കിട്ടും, നീ പോരുത് ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബഷീർ ഞാൻ പോകുന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ബഷീർ ഏതിന് പോകുന്നത്? ഈ കാര്യത്തിന് പോകുന്നത്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ എന്ത് പറയുമെന്ന് പറഞ്ഞിട്ട് രാത്രി ഏതോ 12 മണിക്ക് 2 മണി സമയത്ത് ഈ പറയുന്ന പോലെ വിഷപ്പാമ്പുകളും അതൊക്കെയുള്ള വഴികളിലൂടെ നടന്നിട്ട് ഏകനായിട്ട് നടന്ന് വീട്ടിലെത്തിയിട്ട് മെല്ലെ വാതിലിനെ നോക്ക് ചെയ്യും, മുട്ടും. അപ്പോൾ വാതിൽ തുറക്കുന്നത് ഒരൊറ്റ നോക്കിൽ തന്നെ ആര് വാതിൽ തുറക്കും? ഉമ്മ വാതിൽ തുറക്കും എന്നുള്ളതാണ്. ഉമ്മ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഉമ്മ ആദ്യം ചോദിക്കുന്നത് വേറൊന്നുമല്ല, നീ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ ഒന്നുമല്ല. ഉമ്മ ചോദിച്ചു, നീ ഭക്ഷണം കഴിച്ചോ? എന്തെങ്കിലും കഴിച്ചോ? ബഷീർ പറഞ്ഞു, ഇല്ല, എനിക്ക് വിശപ്പുണ്ട്. അപ്പോൾ ബഷീറിന് വിചാരിച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കി ഇനിയിപ്പോൾ ഉണ്ടാക്കണ്ടേ രാത്രി എഴുന്നേറ്റ്. അപ്പോൾ പറഞ്ഞു, വാ കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ബഷീർ ചോദിക്കുന്നത് എന്ത്? അപ്പോൾ ഇതാ നിനക്ക് വേണ്ടി ചോറ് വിളമ്പി വെച്ചിട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ ഇന്ന് വരുന്നതെന്ന് ഉമ്മ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. പറയും, ഞാൻ എന്നും ചോറ് വിളമ്പി വെക്കാറുണ്ട് എന്ന് ഉമ്മ പറയും.
അപ്പോൾ ബഷീർ ഭയങ്കരമായിട്ട് കരഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഒരു ഉമ്മ എന്ന് പറയുന്നൊരു സങ്കല്പം ബഷീറിൻ്റെ. അപ്പോൾ എന്നും ഓരോ ദിവസവും ഇത്രയും മാസങ്ങളായിട്ടും ഓരോ ദിവസവും ആ മകൻ വരും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഉമ്മ അവന് വേണ്ടി ചോറ് എടുത്തു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു വലിയ ഒരു സ്നേഹവുമാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് ബഷീർ പറയുന്നുണ്ട്. ഈ സ്നേഹത്തിൽ എന്തുണ്ട്? വലിയ ഒരു ആത്മീയതയുണ്ട് ഇല്ലേ? ഈ സ്നേഹത്തിൻ്റെ അകത്ത് തന്നെയാണ് എന്തുള്ളത്? ആത്മീയത എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ് സ്നേഹം. വേറെ അതിനപ്പുറത്തൊരു ആത്മീയതയില്ല. സ്നേഹവും നന്മയും തന്നെയാണ് ആത്മീയത. ഖുറാൻ്റെ ആശയത്തെക്കുറിച്ച് ബഷീർ പറയുമ്പോൾ ബഷീർ പറയുന്ന ഒറ്റ കാര്യം എത്രയേ ഉള്ളൂ. ഖുറാൻ എന്ന് പറയുന്നത് എന്താണ്? ഖുറാൻ്റെ ആത്യന്തികമായിട്ടുള്ള അതിൻ്റെ ആഴം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മർമ്മം എന്ന് പറയുന്നൊരു സംഭവം എന്തുമാത്രമാണ്? നന്മ മാത്രമാണ്. നന്മയിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ് ഏതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഖുറാനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് ലോകത്തിലെ ഏത് വലിയ പുരാണങ്ങളിലായിക്കഴിഞ്ഞാലും, ഖുറാനിലായിക്കഴിഞ്ഞാലും, അതുപോലെ തന്നെ ബൈബിളിലായിക്കഴിഞ്ഞാലും, നമ്മുടെ ഭഗവത്ഗീതയിലായിക്കഴിഞ്ഞാലും, മറ്റ് ആത്മീയ പുസ്തകങ്ങളിലായിക്കഴിഞ്ഞാലും എല്ലാം തന്നെ എല്ലാ മതങ്ങളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന നന്മയെക്കുറിച്ചാണ് അല്ലേ? അപ്പോൾ ഈ അമ്മ ചോറ് വിളമ്പി വെക്കുന്നു എന്ന് പറഞ്ഞു. ഓരോ ദിവസവും അമ്മ എന്ത് വിളമ്പി വെക്കുന്നു? ചോറ് വിളമ്പി വെക്കുന്നു. പക്ഷേ ഈ പറയുന്ന ഈ ആത്മീയതയെ തന്നെ ബഷീർ പെട്ടെന്ന് തകിടം മറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞ ഈ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിലേക്ക് എത്തുമ്പോൾ, ആടിൽ ഇതേപോലെ തന്നെ ഇതേ ഉമ്മയാണ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിലുള്ളത്. അതിനും വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അല്ല, ഞാനിവിടെ ഇരുന്ന് പറയുന്നതൊന്നും മനസ്സിലാവില്ല. കുറച്ചാളെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ പാത്തുമ്മയുടെ ആടിൽ ഇതേ ഉമ്മ തന്നെ ബഷീർ ഉമ്മ ആ ദാരിദ്ര്യത്തിൻ്റെ കഥയാണ്. പാത്തുമ്മയുടെ ആടെന്നാലും ശരിക്കും ആ വീട്ടിനകത്തത് പാത്തുമ്മ അനിയത്തിയായ പാത്തുമ്മയും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഉമ്മയും ഒക്കെ ആടും അതുപോലെ തന്നെ കുറേ കോഴികളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ളൊരു നോവലാണ്. ആ വേറെ ഒരാൾക്കും അനുകരിക്കാൻ വേണ്ടി പറ്റാതെ തൻ്റെ ചുറ്റുപാടിൽ കടന്നുകൊണ്ട് ലോകത്തെക്കുറിച്ച് പറയുന്ന അല്ലേ ഒരു വീട് തന്നെയാണ്. എന്ത് ഒരു സമൂഹം എന്ന് പറയുന്ന ഒരു വീട് തന്നെയാണ്. ഒരു വ്യക്തി കൂടി കുറേ വ്യക്തികൾ കൂടുമ്പോഴാണ് ഒരു സമൂഹമാകുന്നത് അല്ലേ? അപ്പോൾ ഒരു 4-5 വ്യക്തികൾ കൂടുമ്പോൾ ഒരു വീടായിട്ട് മാറുന്നു. ഒരു വീട് തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു വീടിൻ്റെ കഥ പറയുമ്പോൾ അത് ഏതിൻ്റെ കഥ കൂടിയായിട്ട് മാറുന്നു? സമൂഹത്തിൻ്റെ കഥ കൂടിയായിട്ട് മാറുന്നു. അങ്ങനെ പോകുമ്പോൾ അതിൽ ഇതേപോലുള്ള ഒരു അമ്മയുണ്ട്. ആ അമ്മയോട് ബഷീർ പറയും, അമ്മ വന്നിട്ട് ബഷീറിനോട് പറയും, എടാ എനിക്ക് നീ ഒരു 10-25 റുപ്യ എവിടെ നിന്ന് ഉണ്ടാക്കി തന്നേന്ന് പറയും. ഭയങ്കരമായ ദാരിദ്ര്യമാണ് വീട്ടിൽ. അപ്പോൾ ബഷീറിൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ബഷീർ എല്ലാം കൂടിയിട്ട് ഇതൊക്കെ അത് പിന്നത്തെ കാര്യമാണ് കേട്ടോ. ഇപ്പോൾ വന്നപ്പോഴല്ല, പിന്നെ വീണ്ടും കറങ്ങി തിരിഞ്ഞിട്ട് ബഷീർ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ബഷീർ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഉമ്മ ഒരു 25 റുപ്യ തരുമെന്ന് ചോദിക്കുന്നത്. ആ 25 റുപ്യ തരുമെന്ന് ചോദിച്ചിട്ട് ബഷീർ 25 രൂപ എടുത്തു കൊടുക്കും. അത് കഴിയുമ്പോൾ ഇതേ ഉമ്മ തന്നെ ഇപ്പുറത്ത് വന്ന് പറഞ്ഞു, ഓ അല്ലാഹ് വെറുതെ ആയിപ്പോയി, ഇവനോട് 100 റുപ്യ ചോദിക്കായിരുന്നു എന്ന് ആര് പറയുന്നുണ്ട്? ഉമ്മ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ആത്മീയതയെ തന്നെ പെട്ടെന്ന് ബഷീർ ഇതിലേക്ക് കൊണ്ടുവരും, ഈ ഭൗതികതയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആത്മീയതയും ഭൗതികതയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഇടകലർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് ബഷീറിൻ്റെ കൃതികളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ബഷീർ വീണ്ടും യാത്രകൾ നടത്തിയിട്ടുണ്ട്. ബഷീർ വീട്ടിലേക്ക് തിരിച്ചു കുട്ടിക്കാലത്ത് ഇതേപോലെ തന്നെ ഇത് ഉപ്പുകുറുക്കൽ കഴിഞ്ഞിട്ട് ഇവിടെ വരികയും അതിനുശേഷം ബഷീർ ഇവിടെ നിന്ന് ഒരു രക്ഷയുമില്ലാതെ ഇവിടുന്ന് വീണ്ടും നാട് വിട്ടു പോവുകയും മട്ടാഞ്ചേരിയിൽ പോവുകയും അവിടെ ഒരു ഭീകര സംഘടന ഉണ്ടാക്കുകയും ചെയ്തു. കേശവദേവൻ്റെ കൂടെ ഭീകര സംഘടന ഉണ്ടാക്കുകയും അതിൽ റെയിൽ പാളം കട്ട് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു ബഷീറിന്. ഒരു എഴുത്തുകാരൻ ചെയ്യുന്ന കാര്യമാണെന്ന് ആലോചിക്കണം. വെറുതെ ഇരുന്നിട്ട് എഴുതിയതല്ല. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ചെറിയ പരിപാടിയല്ല. വളരെ ധൈര്യമുള്ള ഒരാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടിയാണ് ഏത് കാലഘട്ടത്തിലും എഴുത്ത് എന്ന കാര്യം. അപ്പോൾ റെയിൽ പാളം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതേപോലെ തന്നെ ചുമരെഴുത്തുകൾ ഉണ്ടാക്കുന്നു. ചുമരിൽ മുഴുവൻ കത്തിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വരച്ചു വെക്കുന്നത്. കാരണം നന്നായിട്ട് ചുമരെഴുതുന്ന ഒരാളും കൂടിയാണ് ബഷീർ. കാരണം ബ്രിട്ടീഷുകാരോട് പറയുകയാണ്, ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ ഗതി ഇതായിരിക്കുമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബഷീർ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് അവിടുത്തെ പോലീസുകാർ വീണ്ടും ബഷീറിൻ്റെ കൂടെ ആവുകയും ബഷീർ അവിടുന്ന് നേരെ നാട് വിട്ടിട്ട്
നേരെ എവിടത്തേക്ക് കണ്ണൂരേക്ക് പോവുകയും കണ്ണൂരിൽ നിന്ന് പിന്നെ ഗോവയിലേക്ക് പോവുകയും ഗോവയിൽ നിന്ന് ബഷീറിനെ കണ്ടിട്ട് ഭയങ്കര സുന്ദരനായിരുന്നു ബഷീർ അന്ന്. നല്ല മുടിയൊക്കെ ഇല്ല. നമ്മൾ കാണുന്ന ബഷീർ ബാൾഡായിട്ടുള്ള ബഷീറാണ്. പക്ഷേ അന്ന് ഭയങ്കര സുന്ദരനായിട്ടുള്ള നല്ല 6 അടി ഹൈറ്റും ഒക്കെയുള്ള ബഷീറായിരുന്നു. ഭയങ്കര മസിൽ മാനായിട്ടുള്ള ഗുസ്തിയും ഇതൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു ബഷീർ. അവിടുന്ന് ബഷീറിനെ കണ്ടപ്പോൾ ആരോ പറഞ്ഞു നല്ല മമ്മൂട്ടിനെ പോലെയുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, സിനിമയിൽ നിങ്ങൾക്ക് അവസരം കിട്ടും എന്ന് പറഞ്ഞിട്ട് നേരെ ബഷീർ ഗോവയിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് ശാന്താറാം എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ കാണുകയും ശാന്താറാം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ. അപ്പോൾ ശാന്താറാമിനെ കാണുമ്പോൾ പോയതെന്ന് വെച്ചാൽ ഈ ഇതുപോലെ തന്നെ മീശയും പിരിച്ചിട്ട് തലയിൽ തൊപ്പിയും വെച്ച് ട്രൗസർ ഇട്ടിട്ടാണ് ബഷീർ ഈ ഭഗത് സിംഗിൻ്റെ സ്റ്റൈലിൽ അങ്ങോട്ട് പോകുന്നത്. അവിടെ വെച്ചിട്ട് അയാൾ പറയും ഒരു കാര്യം ചെയ്യും, എങ്കിൽ പൂനെയിലേക്ക് പോവാം, പൂനെയിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ പൂനെയിലേക്ക് പോകുന്നു. പൂനെയിൽ നിന്ന് പിന്നൊരു ജീവിതത്തിലേക്ക് പോകുന്നു. അവിടെ നേരെ ബോംബെയിലേക്ക് പോകുന്നു. ബോംബെയിലെ ചുവന്ന തെരുവിലേക്കാണ് പിന്നീട് ബഷീർ എത്തുന്നത്. അവിടെ വെച്ചിട്ട് അവിടുത്തെ പോക്കറ്റടിക്കാരെ എടുത്തും അതുപോലെ തന്നെ വേശ്യകളെടുത്തും അതുപോലെ തന്നെ കള്ളന്മാരും വേശ്യകളും പോക്കറ്റടിക്കാരും അങ്ങനെയുള്ള സകലമാന ആളുകൾക്കിടയിലൂടെ വലിച്ചെറിയപ്പെട്ട ഒരു ജീവിതമായിട്ട് ബഷീറിൻ്റെത് പിന്നെ പരിണമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രമാത്രം അനുഭവങ്ങൾ കൊണ്ടാണ് ബഷീർ വരുന്നത്, അല്ലേ? അതാണ് ബഷീറിനെ കുറിച്ചിട്ട് എം വിജയൻ മാഷ് പറഞ്ഞത്, ബഷീർ അനുഭവങ്ങളുടെ വൻകരയാണ് ബഷീർ എന്ന് എം വിജയൻ മാഷ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അദ്ദേഹം മരുഭൂമികൾ പൂക്കുന്നു പറഞ്ഞ ആ പുസ്തകത്തിൽ ബഷീറിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഇത്രയും വലിയ ഈ പരുക്കൻ ജീവിതത്തിനകത്തുനിന്ന് ഇത്രയും വലിയ ഭൗതികമായ യാത്രകൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്ന ആത്മീയതയാണ് യഥാർത്ഥത്തിൽ ബഷീറിൻ്റേത്. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ബഷീർ എന്തിനെക്കുറിച്ച് വരുന്നത്. ബഷീറിന് ആർക്കും പിന്നെ പ്രശ്നമില്ല. ബഷീറിൻ്റെ അവസാന കാലം ആകുമ്പോൾ ബഷീറിൻ്റെ ഈ മംഗോസ്റ്റിൻ മരത്തിൻ്റെ ഇടയിലാണ് ബഷീർ ഈ കസേരയിട്ടിരിക്കുന്നത്. അവിടെ വരുമ്പോൾ ഓരോ ആൾക്കാരും വീട്ടിൽ വരുന്ന വേശ്യകൾക്കാണെങ്കിലും ബഷീർ എന്ത് കൊടുക്കും? ₹1 കൊടുക്കും. ഡോക്ടർമാർ വന്നാലും ₹1 കൊടുക്കും. കള്ളന്മാർ വന്നാലും ബഷീർ ₹1 കൊടുക്കും. എല്ലാ ലോകത്തിലെ ആര് ഏത് രീതിയിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാലും എന്ത് കൊടുക്കും? ബഷീർ ഈ ₹1 കൊടുക്കും എന്നുള്ളതാണ്. ഇന്ന് LGBTQ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് മറ്റേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതുപോലെ തന്നെ പിന്നെ ബോഡി ഷേമിങ് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പോലെ ജെൻസി സമൂഹം ഇന്ന് ഭയങ്കരമായിട്ട് ഇതാക്കലുണ്ട്. ഇപ്പോൾ എൻ്റെ മോനോടൊന്നും തടിയെന്നൊന്നും പറയാൻ പറ്റില്ല. തടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ആൺവേശ്യകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന LGBTQയിലുള്ള ഈ ലെസ്ബിയൻസ് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ലെസ്ബിയൻസ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന മറ്റേ ഈ LGBTയിലൊക്കെയുള്ള ആളുകളൊക്കെ ഇന്ന് പുറത്തേക്ക് വന്ന് നടക്കുന്നത് സ്വതന്ത്രമായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സമൂഹം അവർക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് എഴുതിയതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലേ? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, സ്ത്രീകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് 1970 ശേഷമാണ് ഈ കേരളത്തിൽ. മനസ്സിലായില്ലേ? അപ്പം നിരന്തരമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് എഴുതി അവിടെ അടുക്കളയിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടിരുന്നു എന്നുള്ളതാണ്, നമ്മൾ അരങ്ങത്തേക്ക് കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ചരിത്രമുണ്ട്. അപ്പോൾ അത് എഴുത്തിലൂടെയും അതുപോലെ തന്നെ സാഹിത്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും നടക്കുന്ന നിരന്തരമായ ഒരു പ്രക്രിയയിലൂടെ സംഭവിക്കുന്ന സാമൂഹികമായ രൂപപരിണാമമാണ് യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ LGBTQയിലൊക്കെ കേസിലൊക്കെ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വളരെ പണ്ട് തന്നെ പറഞ്ഞ ആളാണ് ബഷീർ. എന്തുകൊണ്ടാണ്? അന്ന് ഇവിടെ സാഹിത്യകാരന്മാർ ഈ പറയുന്ന ഈ പുറമ്പോക്കിൽ നിർത്തിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളെ തൻ്റെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വളരെ ധിഷണാശാലിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആര്? യഥാർത്ഥത്തിൽ ഈ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു എഴുത്തുകാരനായിട്ടാണ് നമുക്ക് ബഷീറിനെ നമുക്ക് കാണേണ്ടത്. കാരണം ബഷീറിൻ്റെ ഇതിൽ അൺവേശ്യകളായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അമ്മ എന്ന് പറഞ്ഞ നേരത്തെ സങ്കല്പത്തെക്കുറിച്ച് ബഷീർ പറഞ്ഞു. പക്ഷേ ബഷീറിൻ്റെ ശബ്ദങ്ങളിൽ നമ്മൾ ഒരമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ളൊരു സ്ത്രീയാണ്. അന്ന് അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെ ഭയങ്കരമായ തെറ്റാണ്, മൊറാലിറ്റിക്ക് വിരുദ്ധമാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, എന്ത് മൊറാലിറ്റിക്ക് വിരുദ്ധമായ കാര്യമാണ്? മഗ്ദലന മറിയത്തെ ആര്